നെഗറ്റീവ് പറയുന്നവർ പറയട്ടെ. നമ്മൾ നമ്മളോട് നെഗറ്റീവ് പറയാതിരിക്കുക, ചിന്തിക്കാതിരിക്കുക. അത് നമ്മളെ ഒരുപാട് ഉയരത്തിലെത്തിക്കാൻ സാധിക്കും. കുടുംബാംഗങ്ങൾ വരെ നെഗറ്റീവ് പറഞ്ഞിട്ടും തൻ്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ത്യൻ ടീമിലെത്താൻ കഴിഞ്ഞത് എന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം സഞ്ജന സജീവൻ കുട്ടിക്കാനം മരിയൻ കോളേജിൽ പറഞ്ഞു. പീരുമേട് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നാട്യമയൂഖം നൃത്തകലാക്ഷേത്രം പാമ്പനാർ. തിരുവാതിര, കൈകൊട്ടിക്കളി, കോൽകളി, തീം ഡാൻസ് എന്നിവയുടെ ഉത്സവ പരിപാടികൾ ആഘോഷമാക്കാൻ നാട്യമയൂഖം നൃത്തകലാക്ഷേത്രം പാമ്പനാർ. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ പറ്റി നെഗറ്റീവ് പറയാതിരിക്കും. അത് പറയാൻ നമ്മുടെ നാട്ടുകാരൊക്കെ. അപ്പൊ നിങ്ങളെ ഒരിക്കലും നെഗറ്റീവ് പറയരുത്. ഞാൻ ക്രിക്കറ്റ് കളിച്ച് തുടങ്ങിയപ്പോൾ ഫസ്റ്റ് എതിർത്തത് എൻ്റെ കുടുംബക്കാരെയാണ്. അതിപ്പോൾ പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അവർ കൊടുക്കുന്ന നെഗറ്റിവിറ്റി എൻ്റെ അച്ഛനിലേക്കും അമ്മയിലേക്കും ശ്രദ്ധിക്കും. അപ്പൊ അവർ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. നമ്മുടെ കുടുംബക്കാര് അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് നെഗറ്റീവ് പറയുമ്പോൾ നമ്മുടെ ഒരുപാട് ചിന്തകൾ അതിലേക്ക് പോകും. സോ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ പറ്റി നെഗറ്റീവ് പറയാതിരിക്കും. നിങ്ങൾ എപ്പോഴും എന്ത് സാഹചര്യം വന്നാലും അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ കൂടെയുള്ളവരെ സന്തോഷത്തിൽ പങ്കാളികളാവും. അതിൻ്റെ റിസൾട്ട് നിങ്ങൾ ഒരിക്കലും ഇപ്പം എൻ്റെ നാട്ടിൽ ഏറ്റവും ഫസ്റ്റ് ഇന്ത്യ അടിച്ചത് മിന്നുമണിയാണ്. മിന്നുമണി എല്ലാവരും കേൾക്കണം. മിന്നുമണിക്ക് ശേഷമാണ് ഞാൻ എൻ്റെ ടീമിൽ വന്നത്. അതെന്താണെന്ന് വെച്ചാൽ മിന്നു ഞാനും ഒരേ നാട്ടുകാരെയാണ് മാനന്തവാടി. പിന്നെ എൻ്റെ അമ്മ അത്യാവശ്യം സോഷ്യൽ ഫീൽഡ് വർക്കിലൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും പറയാം. ഞാൻ മിന്നുമണി ഇന്ത്യ കളിച്ച ശേഷം എനിക്ക് നാട്ടിലൂടെ നടക്കാൻ കഴിയും. ആൾക്കാർ മിന്നു കളിച്ചതോ എന്ത് ഇന്ത്യ കളിക്കാത്ത മിന്നുവിന് അതിരിക്കലോ ഇതൊക്കെ എന്താ കിട്ടാത്ത ഈ ചോദ്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ മറക്കും. അങ്ങനെ ക്രിക്കറ്റ് ഒരു വഴിക്ക് ഡ്രോപ്പ് ചെയ്ത അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എവിടെ എത്തൂല, അവിടുത്തെ എന്താ പറയുക, നമുക്കൊന്നും പറ്റില്ല എന്നുള്ള രീതിയിൽ ക്രിക്കറ്റ് ഒഴിവാക്കി പിന്നെ അമ്പയറിങ് കോച്ചിങ്ങൊക്കെ ചെയ്ത് ഡെയിലി പ്രാക്ടീസ് പോയിക്കൊണ്ടിരുന്നത് ഞാൻ 1-2 ദിവസം പ്രാക്ടീസ് പോകുന്ന സമയത്തുണ്ടായിരുന്നു. ബട്ട് പിന്നെയാണ് എനിക്ക് ആ ഒരു സാധനം നമ്മൾ എന്തിനാണ് നമ്മളെ ഇപ്പം എനിക്ക് ഒരു കേരള ടീം കളിച്ച് നെക്സ്റ്റ് ലെവലിൽ അച്ചീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ മറ്റുള്ളവർ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ എന്തിനാണ് ഹോൾഡ് ചെയ്ത് നോക്കുന്നത്? ജസ്റ്റ് അതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റും. അങ്ങനെ വാശി പ്രാക്ടീസ് ചെയ്ത് ഈ WPL മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിച്ച് ആ ഒരൊറ്റ 6 ആണ് എൻ്റെ ലൈഫിൽ നമ്മളായിട്ട് കളിച്ചത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക. നമുക്ക് ജീവിതത്തിൽ എന്ത് രീതിയിലുള്ള സിറ്റുവേഷൻസ് വരും എന്നൊന്നും അറിയില്ല. ബട്ട് നമ്മൾ പ്രിപ്പയർ ആയിരിക്കുക. ഒരു പ്ലാൻ പോയെന്ന് വെച്ചിട്ട് ഒരിക്കലും നമ്മൾ ഡൗൺ ആവാൻ നെഗറ്റീവ് ആകരുത്. ഒരു പ്ലാൻ എ പോയാൽ പ്ലാൻ ബി, പ്ലാൻ ബി പോയാൽ പ്ലാൻ സി, അങ്ങനത്തെ ഒരു പ്ലാൻ ടൈം മാനേജ്മെന്റ് എല്ലാം സെറ്റ് ആക്കിയാൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. അതിലാദ്യം വേണ്ടത് നിങ്ങളെ തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ്. നിങ്ങളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വയനാട്ടിൽ കൊണ്ട ഒരു സ്ഥലത്തിന് എനിക്കും മിന്നുമണിക്കും യോശിനിക്കും പ്രധാനപ്പെട്ട ആശ്രയിക്കും എല്ലാ ലോകത്തിന്റെ നെറുകയിലെത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സമയം ഒരിക്കലും ലേറ്റ് ആയിട്ടില്ല. നിങ്ങളെ വിശ്വസിക്കുക. ന്യൂസ് ബ്യൂറോ, പീരുമേട് ലൈവ്.